ഹലോ ഗൈസ്, ഇതാണ് പൊട്ടുവെള്ളരി. ഈ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ പരിചയം ഉണ്ടായിരിക്കും. കാരണം ഇപ്പോൾ റീൽസിലെല്ലാം ഈ പൊട്ടുവെള്ളരിയുടെ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. പക്ഷേ കഴിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ഞാൻ ഇത് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് തൃശ്ശൂർ ഭാഗങ്ങളിലാണ്. കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തൃശ്ശൂർ ഭാഗത്തോടൊക്കെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോർഡോ ഫ്ലെക്സ് ഒക്കെ കാണാൻ പറ്റും. പിന്നെ ഇത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, മലപ്പുറത്തൊക്കെ ഉണ്ടോ അറിയില്ല. ഇത് കഴിച്ചിട്ടുള്ളവർ മസ്റ്റായിട്ടും കമന്റ് ചെയ്യണം. കഴിക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് കഴിച്ചു നോക്കണം. കാരണം ഇപ്പോഴത്തെ ചൂടിനും ഇനി വേനൽക്കാലമാണ് കൂടുതൽ വരാൻ പോകുന്നത്. സോ അതിൽ നമുക്ക് നമ്മുടെ ശരീരത്തെ നല്ല ഹെൽത്തി ആയിട്ട് തണുപ്പിക്കാൻ പറ്റിയ ഒരു നാച്ചുറൽ വേ ആണ് പൊട്ടുവെള്ളരി. ഇത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്ത് നോക്കാം. ആദ്യം പൊട്ടുവെള്ളരി എടുത്തിട്ട് അത് രണ്ടായി മുറിച്ച് അതിനുള്ളിൽ ആ കുരു ഇല്ലേ, ആ ജെല്ലൊക്കെ മാറ്റി വെച്ചിട്ട് അതിന്റെ ആ ഒരു കഴമ്പ് നമ്മൾ എടുത്ത് ഇതേപോലെ ഒരു പാത്രത്തിൽ ഇട്ട ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ജെല്ലി പോലുള്ള അതിന്റെ ഈ സീഡുകളൊക്കെ ഉണ്ടല്ലോ അതൊന്ന് അരിപ്പയിൽ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ഉടച്ചെടുക്കാം കേട്ടോ, രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട്. അപ്പോൾ നല്ലൊരു ജ്യൂസ് പോലെ. ഇതൊരിക്കലും നമ്മൾ മിക്സിയിലിട്ട് അടിക്കരുത്, അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റ് പോകും. മിക്സിയിലിട്ട് അടിച്ച് വേണമെങ്കിൽ ഷേക്ക് പോലെയൊക്കെ കുടിക്കാം, അത് വേറൊരു ടേസ്റ്റ് ആണ്. പക്ഷെ അത് നാച്ചുറൽ വേയിൽ നമ്മൾ ഇതുപോലെയാണ് കേട്ടോ ഇത് കഴിക്കാം. ഇതിൽ നിങ്ങൾക്ക് ഇതിപ്പോ ഞാൻ ഇങ്ങനെ ഇത് നന്നായിട്ട് ഉടച്ച ശേഷം ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈവനിങ് ആകുമ്പോൾ അതിൽ ശർക്കരയും നാളികേരപ്പാലൊക്കെ ചേർത്ത് കഴിക്കാം. ഇത് തണുത്ത വെള്ളം ഒഴിക്കരുത് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ഉടച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഈവനിങ് കഴിക്കുന്നത്. പിന്നെ ഇതിൽ പഞ്ചസാര ഇട്ടും ഇടാതെയും കഴിക്കാം, പിന്നെ നന്നായിട്ട് സർബത്ത് ഇട്ടും കഴിക്കാം കേട്ടോ.